പൂനേന്ദ്ര നാട്ടിൽ നിന്ന് ഒരു പാർസൽ വന്നിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി റോഡുകൾ 10 ജൂൺ മാസം 15 സഞ്ചാരയോഗ്യമാക്കുന്ന നിലയിൽ പൂർത്തീകരിക്കുമെന്നുള്ള നിലയിലുള്ള തീരുമാനമാണ് കൈക്കൊണ്ടത്. ഈ വരുന്ന എത്രയാ 20 ദിവസം 25 ദിവസം കൊണ്ട് എങ്ങനെ പണി പൂർത്തിയാക്കാനാണ്? ഇത്രയും നാൾ ഇഴഞ്ഞു നീങ്ങിയിട്ട് ഇപ്പോൾ ഈ മഴ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ പോവുകയാണോ? ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത്? വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതൊന്നും നടക്കൂലേ. യഥാർത്ഥത്തിൽ മാർച്ച് മാസത്തിൽ ഇത് തീർക്കുമെന്ന് പറഞ്ഞതായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയും പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് മാർച്ച് 24-ാം തീയതിക്ക് മുൻപേ അവസാന റോഡിന്റെ പണിയും പൂർത്തിയാക്കുമെന്നാണ്. ഇത് മേയർ ആര്യ രാജേന്ദ്രന്റെ വാക്കാണ്. ആര്യ രാജേന്ദ്രൻ വെറും വാക്ക് പറയാറില്ല. അതെ, താൻ കേട്ടതിന്റെ കുഴപ്പമാ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തന്റെ ചെവിക്ക് എന്തോ കുഴപ്പമുണ്ട്. മേയർക്ക് എന്താണ് പറയാനുള്ളത്? മേയർക്കൊന്നും പറയാനില്ല. മേയർക്കൊന്നും പറയാനില്ല. മേയറോട് എപ്പോൾ ചോദിച്ചാലും മേയർ ബിസിയാണ്. മേയറോട് എപ്പോൾ ചോദിച്ചാലും മേയർ ബിസിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഘട്ടത്തിൽ മേയർ വന്ന് എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? റോബോട്ട് എവിടെ പോയി? ഇതൊക്കെ പറയേണ്ട ആളാണ്. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. റാങ്ക് പറയും, അപ്പ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പ കണ്ടാ മതി. പക്ഷേ മേയർ എപ്പോഴും തിരക്കാണ്. മേയർ ഈ വെള്ളപ്പൊക്കമായതിനു ശേഷം അദ്ദേഹത്തിന് ശരിയാണ് ഈ ഓരോരോ സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് നോക്കാം. റൈറ്റ് നൗ ഐ ആം സോ ബിസി. എന്ത് കാര്യത്തിന് എവിടെ പോകുന്നു എന്നാണ് പറയുന്നത് മഞ്ജുഷ്? എനിക്കറിയാം. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ഉടനെ നടത്തേണ്ടി വരുമല്ലോ. മഴ വരുമ്പോ മാത്രം മേയർക്ക് തിരക്ക് എന്ന് പറഞ്ഞ മഴയ്ക്ക് മുമ്പാണ് മേയർക്ക് തിരക്ക് വരേണ്ടത്. മേയർ അന്വേഷിച്ചോ എന്തുകൊണ്ടാണ് ഈ ശുചീകരണ പ്രവർത്തനം നടത്താത്തത്? എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. മുഖ്യമന്ത്രിയെ പോലെ തന്നെ പേരക്കിടാവും. മഴ വരുമ്പോ ഞാൻ തിരക്കിലാണ്, ഞാൻ മഴയത്ത് ഇറങ്ങി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടൊന്നും അതിന് കാര്യമില്ല. മഴയ്ക്ക് മുമ്പായിട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? മേയർ എന്ന് പറയുന്നത് പൂർണ്ണ പരാജയമായിരിക്കുന്നു. കൊച്ചിയിൽ മാത്രമല്ല, തിരുവനന്തപുരത്ത് പരാജയമല്ലേ? അതൊക്കെ പുറത്ത് പറയാതെ സൂപ്രണ്ടിന്റെ മോശമല്ലേ? തിരുവനന്തപുരത്ത് ഒരു മേയർ ഉള്ളത് KSRTC ബസ് തടയാനാ പോകുന്നത്. ഇപ്പോഴും SFIക്കാരിയാണെന്നാണ് വിചാരം. കോളേജിൽ പഠിക്കുമ്പോ ഞാൻ SFI കാരനായിരുന്നു. SFI കാരൻ ഇന്നും എന്റെ ഉള്ളിലുണ്ട്. അവർക്ക് ഇപ്പോഴും താൻ ഒരു മേയർ ആണെന്നോ താൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നോ ഉള്ള തോന്നല ആ കുട്ടിക്ക് വന്നിട്ടില്ല. ഇപ്പോഴും കൊച്ചുകുട്ടിയാണെന്നാണ് വിചാരം. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ. ഈശ്വര, എന്തൊരു ചൈതന്യം! ഇതാ കുട്ടി. അവിടെ ബസ് തടയാനും അതുപോലെ ഡ്രൈവറിനെ ചീത്ത വിളിക്കാനും പോവുകയാണ്. ചക്രുവളിന് എന്തൊന്നും മിണ്ടാത്തത് ഞാൻ ഈ കാണിച്ച് തെറ്റായിപ്പോയോ? നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. ഇവിടെ വെച്ച് നിർത്തിക്കോ. എന്തുകൊണ്ടാണ് തിരുവനന്തപുരത്തുണ്ടായ ഈ വെള്ളക്കെട്ട്? സ്മാർട്ട് സിറ്റിയുടെ പണി കഴിഞ്ഞ മാർച്ചിൽ തീർക്കുമെന്നായിരുന്നല്ലോ ഗവൺമെന്റ് പറഞ്ഞിരുന്നത്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അങ്ങ് പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞിരിക്കുകയാണ് ജൂൺ 15 എല്ലാ റോഡുകളും തുറക്കുമെന്ന്. അവിടെ പോയി നോക്കിയാൽ അറിയാം ഇപ്പോഴത്തെ റോഡുകളുടെ സ്ഥിതി എന്താണ്. റോഡായിരുന്നല്ലോ, അതിനു മുമ്പേ കിണറാക്കി. വെറുതെ അങ്ങ് പറഞ്ഞേക്കുകയാണ് ജൂൺ 15-ാം തീയതി ഞങ്ങൾ എല്ലാ റോഡും തുറക്കാൻ പോവുകയാണെന്ന്. ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഈ റോഡുകളുടെ സമീപത്ത് സ്കൂളുകൾ ധാരാളമായി ഉള്ളതാണ്. ഇനി ജൂൺ 3 കൂടി ആവുമ്പോൾ, സ്കൂൾ തുറക്കുന്ന ദിവസം കൂടി ആവുമ്പോൾ എന്താകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് തലസ്ഥാനത്ത്. അറിയാൻ മേലാച്ചിട്ട് ചോദിക്കാം. പണ്ടാരോടെ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊക്കെ ചെയ്താ പോരെ? അപ്പൊ അങ്ങനെ വെട്ടുവേന് കിട്ടത്തില്ലല്ലയോ ജനങ്ങളുടെ തലവിധി. അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. ആ മാനേജ്മെന്റ് ഒക്കെ ഭയങ്കര തരികിട എന്ന് പറഞ്ഞാൽ തിത്തരികിട. വരട്ടെ, വരട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.